ഹായ്. ഈ വീഡിയോയിൽ നമ്മൾ KTU എഞ്ചിനീയറിംഗ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മന്ത്ലി ബ്രേക്ക് ഡൗൺ ഓഫ് എ കമ്പ്യൂട്ടർ ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 1.2. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബ്രേക്ക് ഡൗൺ ആവുന്നതിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് മീനിന്റെ വാല്യൂ 1.2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അഥവാ നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് തന്നിരിക്കുന്ന മീൻ അല്ലെങ്കിൽ ആവറേജ്, അതായത് ലാംഡയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ലാംഡയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ യൂസ് ചെയ്യേണ്ടത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. അപ്പോൾ നമ്മൾ മീൻ അല്ലെങ്കിൽ ലാംഡയുടെ വാല്യൂ 1.2 ആണെന്ന് എഴുതി. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് കമ്പ്യൂട്ടർ വിൽ ഫംഗ്ഷൻ ഫോർ എ മന്ത് വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ, വിത്ത് ഓൺലി വൺ ബ്രേക്ക് ഡൗൺ, വിത്ത് അറ്റ്മോസ്റ്റ് 2 ബ്രേക്ക് ഡൗൺസ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ലാംഡയുടെ വാല്യൂ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പി എം എഫ് എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ടർ വിൽ ഫംഗ്ഷൻ ഫോർ എ മന്ത് വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു ബ്രേക്ക് ഡൗണും ഇല്ലാതെ ഒരു മാസത്തോളം ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ അല്ലേ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്മോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അതുപോലെ ലാംഡയുടെ വാല്യൂ നമുക്കറിയാം 1.2 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ് വരിക? ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ നമുക്ക് ലാംഡയുടെയും സ്മോൾ എക്സിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? 1.2 ദ ഹോൾ റേസ് ടു 0 ഇ റേസ് ടു മൈനസ് 1.2 ബൈ 0 ഫാക്ടോറിയൽ എന്നാണ് കിട്ടുന്നത്. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും 0.3012 എന്നാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്പ്യൂട്ടർ വിൽ ഫംഗ്ഷൻ ഫോർ എ മന്ത് വിത്ത് ഓൺലി വൺ ബ്രേക്ക് ഡൗൺ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ സ്മോൾ എക്സിന്റെ വാല്യൂ 1 ആണ്. ലാംഡ നമുക്ക് ഓൾറെഡി ഉള്ളത് എന്താണ്? 1.2 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1.2 the whole raised to 1 e raised to minus 1.2 the whole divided by 1 factorial. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.3614 എന്നാണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്പ്യൂട്ടർ വിൽ ഫംഗ്ഷൻ ഫോർ എ മന്ത് വിത്ത് അറ്റ്മോസ്റ്റ് 2 ബ്രേക്ക് ഡൗൺസ്. അതായത് നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? മാക്സിമം 2 ബ്രേക്ക് ഡൗൺസ് വരെ ആവുന്നതിന്റെ പ്രോബബിലിറ്റി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് വേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. സി പാർട്ട് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, കാരണം അറ്റ്മോസ്റ്റ് 2 ആണ്, അതായത് മാക്സിമം 2 വരെ വരാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റീസ് ഏതൊക്കെയാണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 വേണം, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വേണം, അതുപോലെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? നമ്മൾ ഓൾറെഡി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 1ഉം എയിലും ബിയിലും ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഏതും കൂടെ മതി? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ഉം കൂടെ മതി. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. സ്മോൾ പി ഓഫ് 2, അത് തന്നെയാണ് എന്ത്? ക്യാപിറ്റൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സ്മോൾ എക്സിന് 2 എന്നും ലാംഡയ്ക്ക് 1.2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 1.2 the whole raised to 2 e raised to minus 1.2 the whole divided by 2 factorial. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 0.2169 എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അറിയാം, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 അറിയാം, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 അറിയാം. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? മൂന്നും കൂടി ആഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എയിലെയും ബിയിലെയും ആൻസേഴ്സ്, അതായത് പി ഓഫ് 0യും പി ഓഫ് 1ഉം ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പം 0.3012 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 0.3614 ആണ്. പ്ലസ് ലാസ്റ്റ് കിട്ടിയ പ്രോബബിലിറ്റി ഓഫ് 2 എന്താണ്? 0.2169. സോ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് 0.8795 എന്നാണ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഐറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ എ സർട്ടൻ മെഷീൻ വിൽ ബി ഡിഫക്റ്റീവ് ഇസ് 0.05. അതായത് ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസിൽ ഒരു ഐറ്റം ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 0.05 ആണെന്നാണ്. അതായത് സ്മോൾ പി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന 0.05 എന്ന് പറയുന്നത്. ഇത് വളരെ ചെറിയൊരു പ്രോബബിലിറ്റി ആണ്. ഇനി ഇഫ് ദ പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് ആർ സെൻഡ് ടു ദി
market in packets of 20. Find the number of packets containing at least 2, exactly 2, and at most 2 defective items in a consignment of 1000 packets using Poisson distribution. അപ്പോൾ നമുക്ക് സ്മോൾ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം അവർ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓരോ പാക്കറ്റ്സിലാണ്. അതിൽ ഓരോ പാക്കറ്റിലും എത്ര ഐറ്റംസ് ആണുള്ളത്? 20 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനല്ല, പക്ഷേ find the number of packets containing at least 2 defective items വേണം, exactly 2 defective items, at most 2 defective items. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 1000 പാക്കറ്റ്സിൽ എത്ര നമ്പർ ഓഫ് പാക്കറ്റ്സിൽ അറ്റ്ലീസ്റ്റ് 2, എക്സാക്ട്ലി 2 ആൻഡ് അറ്റ് മോസ്റ്റ് 2 ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്മോൾ പിയുടെ വാല്യൂ നമ്മൾ എഴുതി. ഇനി നമ്മുടെ n എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? 1000 എഴുതരുത്. നമ്മുടെ ഒരു പാക്കറ്റിൽ എത്ര ഐറ്റംസ് ആണെന്നാ പറഞ്ഞത്? 20 ഐറ്റംസ് ആണ്. അതാണ് നമ്മൾ സ്മോൾ എന്നിന്റെ വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. ഒരിക്കലും 1000 എടുത്ത് എഴുതരുത്. ഒരു പാക്കറ്റിലെ ഐറ്റംസ് എത്രയാണോ തന്നിരിക്കുന്നത് അതാണ് നമ്മൾ സ്മോൾ എന്നിന്റെ വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അവിടുത്തെ പാരാമീറ്റർ ലാംഡയാണ്. ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? n ഇൻറ്റു പി ചെയ്താൽ മതി. അതായത് n എന്ന് പറയുന്നത് 20 ആണ്, p എന്ന് പറയുന്നത് 0.05 ആണ്. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്കറിയാം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ലാംഡ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഇത്രയും നമുക്കറിയാം. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഓരോന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഡിഫക്റ്റീവ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ സാധാരണ പ്രോബബിലിറ്റി പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എ പാർട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ആണ് അല്ലെ? അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 2 തൊട്ട് മുകളിലോട്ടുള്ള വാല്യൂസ് എടുക്കാം. സോ അതിനെ നമുക്ക് എളുപ്പം എങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുക? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 അല്ലേ എളുപ്പം? അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാല്യൂസ് ആണ് വേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും വേണം, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം വേണം. അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പി ഓഫ് 0യും വേണം, പി ഓഫ് 1ഉം വേണം അല്ലേ? പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. നമുക്കറിയാം ലാംഡയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1 ആണ്. സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 ആണ്. സോ അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 1 റേസ് ടു 0 ഇ റേസ് ടു മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. അതായത് ഇ റേസ് ടു മൈനസ് 1 ആണ് വരുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3679 ആണ്. ഇനി നമുക്ക് പി ഓഫ് 1ഉം കൂടെ വേണം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി? 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 റേസ് ടു 1 ഇ റേസ് ടു മൈനസ് 1 ബൈ 1 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടത്തുള്ളൂ? ഇ റേസ് ടു മൈനസ് 1, അതായത് 0.3679 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പി ഓഫ് 0യും പി ഓഫ് 1ഉം കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഈക്വൽ ടു 1 മൈനസ് നമ്മുടെ അടുത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ പ്രോബബിലിറ്റി എത്രയായിരുന്നു? ഇതാണ് 0.3679. അതുപോലെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെ കിട്ടിയേ? 0.3679. അത് തന്നെ നമുക്ക് ഇവിടെയും എഴുതാം. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.2642 എന്നാണ്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ആണോ? അല്ല, മറിച്ച് എന്താണ്? നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 2 ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ 1000 പാക്കറ്റ്സ്. അപ്പോൾ 1000 പാക്കറ്റ്സിൽ എത്ര പാക്കറ്റുകൾ അറ്റ്ലീസ്റ്റ് 2 ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 ഡിഫക്റ്റീവ് ഐറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ കയ്യിൽ എത്ര പാക്കറ്റ്സ് ഉണ്ട്? ടോട്ടൽ 1000 പാക്കറ്റ്സ് ആണുള്ളത്. അതേ ഇൻറ്റു നമുക്ക് ഇപ്പോൾ കിട്ടിയ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇല്ലേ? എത്രയായിരുന്നു കിട്ടിയ? 0.2642. ഇത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 264.2 എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് പാക്കറ്റുകളുടെ എണ്ണമാ വേണ്ടേ? അപ്പൊ ഈ പോയിന്റ് വാല്യൂ ഇടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ 264.2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 264 ആണ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ. സോ 264 പാക്കറ്റ്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബി പാർട്ടിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്
എക്സാക്ട്ലി 2ന്റെ കേസാണ്. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് വേണ്ടുന്നത്. സോ നോർമലി നമ്മൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്ന പോലെ തന്നെ കണ്ടുപിടിക്കുക പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട്. സോ സ്മോൾ എക്സിന്റെ വാല്യൂ ഇവിടെ 2 ആണ്, ലാംഡ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, 1/2 ഇ റേസ് ടു മൈനസ് 1/2 ഫാക്ടോറിയൽ, അതായത് ഇ റേസ് ടു മൈനസ് 1/2 എന്നാണ് വരിക. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1840 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ് ഐറ്റംസ് ഉള്ള നമ്പർ ഓഫ് പാക്കറ്റ്സ്. നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്, 1000 ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റി, അതായത് 0.1840 ചെയ്താൽ മതി. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്നത് 184.0 എന്ന് പറഞ്ഞാൽ 184 പാക്കറ്റ്സ് എന്നാണ്. അപ്പോൾ ബി പാർട്ടിൽ നമുക്ക് എത്ര പാക്കറ്റ്സ് ആണ് കിട്ടിയത്, എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ് ഐറ്റംസ് ഉള്ള 184 പാക്കറ്റ്സ് ആണ് ഉള്ളതെന്ന് കിട്ടി. ഇനി നമുക്ക് സി പാർട്ട് കൂടി നോക്കാം. അവിടെ എത്ര ചോദിച്ചിരിക്കുന്നത്, അറ്റ്മോസ്റ്റ് 2 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, അതായത് മാക്സിമം 2. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് അവിടെ ഏതൊക്കെ വാല്യൂസ് വരും, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 വരും, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരും, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കൂടി വരും. ഇവിടെ നോക്കിക്കേ, നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം ഓൾറെഡി എ പാർട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ബി പാർട്ടിലും കണ്ടുപിടിച്ചു. അപ്പൊ ഇതെല്ലാം കൂടി എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് വരിക, പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0.3679 ആയിരുന്നു. പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം സെയിം തന്നെയായിരുന്നു, 0.3679. പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 0.1840 ആണ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.9198 ആണ് നമ്മുടെ പ്രോബബിലിറ്റി കിട്ടുന്നത്. ഇവിടെ വെച്ച് നിർത്തരുത്, നമുക്ക് എന്താണ് വേണ്ടത്, നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്. സോ നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 0.9198 എന്നാണ് കിട്ടുന്നത്. അതായത് 919.8. സോ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 920 പാക്കറ്റ്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോക്കി വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ പ്രോബബിലിറ്റി ദാറ്റ് an electric component manufactured by a firm is defective is 0.01. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെയുള്ള കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, സ്മോൾ പി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് 0.01 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവർ ഐറ്റംസിനെ എങ്ങനെയാണ് മാർക്കറ്റിലോട്ട് സെൻഡ് ചെയ്യുന്നത്, ഇൻ പാക്കറ്റ്സ് ഓഫ് 10. അതായത് കുറെ പാക്കറ്റ്സ് ഉണ്ട്, അതിൽ ഓരോ പാക്കറ്റിലും 10 ഐറ്റംസ് വെച്ചിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നത്. സോ അവിടുത്തെ നമ്മുടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഒരു പാക്കറ്റിലെ ഐറ്റംസിന്റെ എണ്ണമാണ് n ആയിട്ട് എടുക്കേണ്ടത്. നമുക്ക് ഇവിടെയും കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ്സ് ആൻഡ് അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്സ് ഇൻ എ കൺസൈൻമെന്റ് ഓഫ് 1000 പാക്കറ്റ്സ്. അപ്പോൾ 1000 പാക്കറ്റുകളിൽ നമുക്ക് എത്ര പാക്കറ്റുകളിൽ എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ്സും അതുപോലെ അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്സും ഉണ്ടാവും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തും ഈ 2 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കണം, അതുപോലെ പോസോൺ അപ്രോക്സിമേഷൻ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പിന്റെ വാല്യൂ നമുക്കുണ്ട് 0.01 ആണ്, എന്നിന്റെ വാല്യൂ 10 ആണെന്നും കിട്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എന്താണ്, n, p. അതായത് n എന്ന് പറയുന്നത് 10 ആണ്, സ്മോൾ p എന്ന് പറയുന്നത് 0.01 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പി ഓഫ് എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എന്താണ്, NC(x), p raised to x, q raised to n minus x ആണ്. ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ഇങ്ങനെ n വരെയാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ്സ് ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്താൽ മതി, സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 2 ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ പിന്നെന്താ നമുക്ക് വേണ്ടുന്നത്, എന്നിന്റെ വാല്യൂ നമുക്കറിയാം 10 ആണ്, സ്മോൾ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 0.01 ആണ്, ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടുക, 1 മൈനസ് 0.01, അതായത് 0.99 ആണ് കിട്ടുന്നത്. സോ ഇത്രയും വാല്യൂസ് നമ്മുടെ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. ഇപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 10 C2 0.01 ദ ഹോൾ റേസ് ടു 2 0.99 ദ ഹോൾ റേസ് ടു 8. ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 0.00415 എന്നാണ്. നമ്മളോട് ചോദിച്ചിരുന്നത് പ്രോബബിലിറ്റി അല്ല, നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്. നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് 1000 പാക്കറ്റ്സിലല്ലേ നമുക്ക് വേണ്ടുന്നത്. സോ 1000 ഇൻറ്റു 0.00415, അതായത് ഇപ്പൊ കിട്ടിയ പ്രോബബിലിറ്റിയെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 4.15 എന്ന് വരും. അതായത് എത്രയാണ്, അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 4 പാക്കറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ വേണം, എന്താണ്, അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്സ് കൂടി വേണം. അപ്പോൾ അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, മാക്സിമം 2 വരാൻ പാടുള്ളൂ അല്ലേ. സോ അവിടെ ഏതൊക്കെ പ്രോബബിലിറ്റീസ് വേണം, പി ഓഫ് 0 വേണം, അതുപോലെ
പി ഓഫ് 1 വേണം, അതുപോലെ പി ഓഫ് 2 വേണം. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പി ഓഫ് 0 അല്ലെങ്കിൽ ക്യാപിറ്റൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് വരിക? സ്മോൾ എക്സിന് 0 ഇട്ട് കൊടുത്താൽ മതി. പിയുടെ വാല്യൂ, ക്യൂവിന്റെ വാല്യൂ, എന്നിന്റെ വാല്യൂ എല്ലാം നമുക്കറിയാം. സോ 10 C0 0.01 the whole raised to 0, 0.99 the whole raised to 10 എന്നാണ് വരുന്നത്. ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.9044 എന്ന് നമുക്ക് പി ഓഫ് 0യുടെ വാല്യൂ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് പി ഓഫ് 1 കണ്ടുപിടിക്കണം. അതായത് സ്മോൾ എക്സിന് 1 ഇട്ട് കൊടുത്താൽ മതി. സോ നമ്മുടെ ഫോർമുല എങ്ങനെ വരിക? 10C1 0.01 the whole raised to 1, 0.99 the whole raised to 10 minus 1, അതായത് 9 എന്ന് വരും. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.0913 എന്നാണ്. ഇനി നമുക്ക് പി ഓഫ് 2 കൂടെ വേണം. പക്ഷെ പി ഓഫ് 2 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ്സ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് തന്നെ ഇവിടെ എന്താ എഴുതിയാൽ മതി? 0.00415 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് പി ഓഫ് 0യും പി ഓഫ് 1ഉം പി ഓഫ് 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.9044 പ്ലസ് 0.0913 പ്ലസ് 0.00415. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.9999 എന്നാണ് കിട്ടുക. അതായത് നമുക്ക് നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് എത്ര വരും? നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1000 ഇൻറ്റു 0.9999 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 999.9 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1000 തന്നെയാണ് അല്ലേ? 1000 പാക്കറ്റ്സ്. അതായത് എല്ലാ പാക്കറ്റ്സിലും അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്പർ ഓഫ് പാക്കറ്റ്സിനെ എന്ത് യൂസ് ചെയ്യണം? എക്സ് എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമ്പോൾ എന്താണ് വരിക എന്നാണ് നോക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 ആണ്. സ്മോൾ പി എന്ന് പറയുന്നത് 0.01 ആണ്. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ നമുക്ക് പാരാമീറ്റർ ലാംഡ അല്ലേ? ലാംഡ കണ്ടുപിടിക്കണം. സോ ലാംഡ എന്ന് പറയുന്നത് n ഇൻറ്റു പി വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 0.01 എന്ന് കിട്ടും. അതായത് 0.1 ആണ് നമ്മുടെ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് എന്തൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത്? പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ്സ് വേണം. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇവിടെ നമുക്ക് സ്മോൾ എക്സ് എന്ന് പറയുന്നത് 2 ആണ്, ലാംഡ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്തായിരുന്നു? പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. സോ അതിൽ നമുക്ക് ലാംഡയും സ്മോൾ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.1 the whole raised to 2 e raised to minus 0.1 the whole divided by 2 factorial. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.00452 എന്നാണ് കിട്ടുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്. സോ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇവിടെ എത്രയാണ് വരുന്നത് നോക്കിക്കേ? 1000 ഇൻറ്റു 0.00452. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? 4.52 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 5 ആണ് വന്നത്. സോ ഇവിടെ ഓൾമോസ്റ്റ് 5 പാക്കറ്റ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ ഇവിടുത്തെ നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കിട്ടിയ ആൻസർ ആണ് എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത്. കാരണം എന്താണ്? പോസോൺ അപ്രോക്സിമേഷൻ ആണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തത്. പോസോൺ എന്ന് പറയുന്നത് എന്താണ്? ബൈനോമിയലിന്റെ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 5 എന്ന് ഇവിടെ വന്നത്. പക്ഷെ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കിട്ടിയ 4 തന്നെയായിരിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. എന്താണ്? അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്സും കൂടി കണ്ടുപിടിക്കണം. ഇപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചാൽ ചെയ്യേണ്ടത്. പി ഓഫ് 0 വേണം, പി ഓഫ് 1ഉം അതുപോലെ പി ഓഫ് 2ഉം വേണം. സോ നമുക്ക് പി ഓഫ് 0 എന്ന് പറയുന്നത് എന്ത് വരും? സ്മോൾ എക്സിന് 0യും ലാംഡയ്ക്ക് 0.1 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 0.1 the whole raised to 0 e raised to minus 0.1 the whole divided by 0 factorial എന്നാണ് വരുന്നത്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.9048 എന്നാണ്. അതുപോലെ ഇനി പി ഓഫ് 1 കണ്ടുപിടിക്കണം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ സ്മോൾ എക്സിന് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താണ് വരുന്നത്? 0.1 the whole raised to 1 e raised to minus 0.1 the whole divided by 1 factorial. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.0905 ആണ്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു മുകളിൽ 0.00452 ആണെന്ന്. സോ അത് വീണ്ടും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം 3 വാല്യൂസും കിട്ടി. പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2. ഇത് ഇത്രയും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഈ വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
0.9998 എന്നാണ്. സോ അവിടെ നമുക്ക് നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? അവിടെയും 1000 ഇൻറ്റു 0.9998, അതായത് 999.8 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1000 തന്നെയാണ്. സോ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് 1000 പാക്കറ്റ്സ് തന്നെ കിട്ടി. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.